നമസ്കാരം. വോളൻ ഗാർഡൻസ് ആണ്. ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിലും ഗുരുവായൂരിനടുത്തായിട്ട് റെഡി ടു മൂവ് വില്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് വോളൻ ഗാർഡൻസ്. ഗുരുവായൂരിൽ നിന്ന് വെറും 3 to 4 കിലോമീറ്റേഴ്സ് മാത്രം ഡിസ്റ്റൻസ് ഉള്ള ഒരു വില്ല പ്രൊജക്റ്റാണിത്. എക്സാക്ട് ഡ്രൈവിംഗ് വീഡിയോ ഫ്രം ഗുരുവായൂർ ടെമ്പിൾ ഞാൻ അടിയിലത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കറൻ്റ്ലി ഇപ്പോൾ 2 വില്ലാസാണ് നമുക്കിപ്പോൾ ഈ വില്ല പ്രൊജക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിലത്തെ ഒരു വില്ലാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇതൊരു 15 അടിയോളം വീതിയുള്ളൊരു ഇൻ്റർലോക്ക്ഡ് റോഡാണ്. പ്രൈവറ്റ് റോഡാണ്. നമുക്ക് കനാൽസ് അതിൻ്റെ സൈഡിലൂടെ പോകുന്നത് കാണാം. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള നല്ല ഷെയ്ഡും എല്ലാം ആയിട്ടുള്ള ഒരു ട്രീസൊക്കെ നിറഞ്ഞുള്ള ഒരു റോഡാണ്. ഈ ഒരു വില്ലാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. നല്ല മോഡേൺ ലുക്കിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി വീതി വിസ്താരമൊക്കെ ഉള്ളൊരു നല്ലൊരു വീടാണ്. ചെറിയ ചെറിയ പണികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതെല്ലാം കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടൈലായാലും ഇൻറ്റീരിയർ ഡിസൈനിങ് ആയാലും എല്ലാം കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ. ഒരു 1 to 1.5 മന്ത്സിനുള്ളിൽ നമുക്കത് തീർത്ത് തരാൻ പറ്റും. ഇത് ഈ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്കത് തീർത്ത് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ കണ്ട പോലെ തന്നെ നല്ലൊരു വില്ല പ്രൊജക്റ്റിൽ തന്നെയാണ് ഈ വീടുകൾ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ടീച്ചേഴ്സ് എല്ലാം അടങ്ങുന്നൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു വില്ല പ്രൊജക്റ്റാണ്. ഇതിന് ഫ്രണ്ടിലേക്ക് കിട്ടുന്നത് നമുക്കൊരു 15 അടി ഇൻ്റർലോക്ക്ഡ് റോഡാണ്. സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് വീടിൻ്റെ അകത്തും പുറത്തും നല്ല രീതിയിൽ സ്പേസ് ഉള്ള രീതിയിലാണ് 6 സെൻസിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ വീടിൻ്റെ ഒരു മുറ്റമായിട്ട് വരുന്നത്. വീടിൻ്റെ 4 ചുറ്റും നല്ല രീതിയിൽ സ്ഥലമുണ്ട് കൃഷി ചെയ്യാനും പ്ലാന്റിങ് ചെയ്യാനും. എന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മതിൽ വരാം. ഇതാണ് നമ്മുടെ 15 അടി ടാറിട്ട റോഡ്. ഇത് നമ്മുടെ ഒരു കാർ പോർച്ചാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റും ടൈലൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സിറ്റ് ഔട്ടായിരിക്കും. നല്ലൊരു വലിയ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ടീക്കൂഡിൻ്റെ ഡോർസും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവിങ് റൂം. ജിപ്സും സീലിംഗ് വർക്കും ലൈറ്റ്സും വയറിങ്ങും എല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട്. വെറും 1.5 മന്ത്സിനുള്ളിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. വിതൗട്ട് നോ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. ഒരു 6 സീറ്റർ സോഫാസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കൊരു ഡൈനിങ്ങിലോട്ടുള്ളൊരു എൻട്രി നമുക്ക് കാണാം. ഇവിടെ നമുക്കൊരു ചെറിയ കോർട്ട്യാർഡ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു പർഗോളൊക്കെ വെച്ചിട്ട് മാക്സിമം ലൈറ്റ് ഇൻവൈറ്റ് ചെയ്യാൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഡിസൈനിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഫുള്ളി വാസ്തു അപ്രൂവ്ഡ്, വാസ്തു കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീടാണ്. ഇതിലിപ്പോൾ നമുക്ക് മുകളിലേക്കുള്ള ഒരു സ്റ്റെയർസ് കാണാം. ഡൈനിങ്ങിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ലൊരു ടീക്കൂഡ് ഡൈനിങ് ടേബിൾ നൽകുന്നതായിരിക്കും. വിച്ച് വിൽ ബി മെയ്ഡ് ഓഫ് ടീക്കൂഡ് ആൻഡ് ഇസ് ഇൻ ഹൗസ് മെയ്ഡ്. ഇനി നമുക്ക് അടിയിലുള്ള ഒരു ബെഡ്റൂമിലോട്ട് കടക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി വിസ്താരമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നല്ല പ്രൈവസിയോട് കൂടി നമുക്കൊരു കോട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു കബോർഡും നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒരു ഡ്രസ്സിംഗ് ടേബിൾ, നല്ലൊരു സ്റ്റാൻഡേർഡ് സൈസിലൊരു വാട്ടർ പ്രൂഫ് ചെയ്തുള്ളൊരു ബാത്റൂം, ന്യൂ മോഡേൺ സ്റ്റൈൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക്സ് ഒക്കെ ഉള്ളൊരു ബാത്റൂം ആയിരിക്കും. നമ്മൾ ജനലിന് പുറത്ത് നോക്കാൻ കിട്ടുന്ന ഒരു വ്യൂ നല്ല നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗമായാലും നല്ല രീതിയിൽ സ്പേസൊക്കെ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വലിയ സെപ്റ്റിക് ടാങ്ക്സും നല്ല ഔട്ടർ റിങ്സൊക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്ക് അടിയിൽ കാണാനുള്ളത് നമ്മുടെ കിച്ചണാണ്. ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കിച്ചണിലോട്ട് പ്രവേശിക്കാം. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിൽ കുറേ സ്ലാബും നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു വലിയ കിച്ചൺ തന്നെയാണ്. അടിയിൽ നമുക്ക് ക്യാബിനറ്റ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു കംപ്ലീറ്റഡ് സാമ്പിളായിട്ടുള്ള വീഡിയോ ഞാൻ അടിയിലത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് വർക്ക് ഏരിയ ആണ്. ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഫുള്ളി വാട്ടർ പ്രൂഫ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും വാഴ വെക്കാനൊക്കെ ഉള്ള സ്ഥലം നമുക്കിവിടെ ലഭിക്കുന്നതാണ്. നല്ല രീതിയിലൊരു വലിയ മതിലും കെട്ടി തരുന്നതായിരിക്കും. നമുക്ക് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡൈനിങ് റൂമും ലിവിങ് റൂമും. ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് മുകളിലോട്ട് പ്രവേശിക്കാൻ പറ്റുന്നത്. ഇതൊരു ചെറിയൊരു കോമൺ വാഷ് ഏരിയ ആണ്. നല്ല രീതിയിൽ റൗണ്ട് മിറേഴ്സൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ മാർബിൾ ഫിനിഷുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നല്ല ലുക്കിൽ തന്നെയാണ് ഡിസൈൻ ചെയ്യുക. നമുക്കിവിടെ ഒരു വലിയ വിൻഡോസ് കൊടുത്തിട്ട് മാക്സിമം എയർ ഉള്ളിലോട്ട് വരാനുള്ള രീതിയിൽ കൊടുക്കാം. നമുക്കിത് മുകളിലുള്ളൊരു ലിവിങ് റൂമാണ്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് റൂമാണ്. ഒരു ടി വിയും സോഫ ഒക്കെ വെക്കാൻ പറ്റുന്ന സൗകര്യമുള്ളൊരു ലിവിങ് റൂമാണ്. മുകളിൽ ഉള്ളൊരു ബെഡ്റൂമാണിത്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അടിയിൽ കണ്ട പോലത്തെ ഒരു എൻക്ലോസ്ഡ് കപ്പോർട്ട്സും എല്ലാം കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. നമുക്ക് വില ബജറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രൈവസിയൊക്കെ ലഭിക്കുന്ന ഒരു
അടിപൊളി ഒരു വീട് തന്നെയാണ്. നമുക്ക് ലെഫ്റ്റിലോട്ട് ഫുൾ വില്ല പ്രൊജക്ട്സിൻ്റെ ഒരു വ്യൂവും കിട്ടും. ഈ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തെങ്ങും തോപ്പും നല്ല കാറ്റും കിട്ടുന്ന ഏരിയയാണ് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഈ റൂമിൻ്റെ സൈസ്. ഇനി നമുക്ക് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് കടക്കാം. ടോട്ടൽ 3 ബെഡ്റൂം വീടാണ്. അതിൽ ഒരു ബെഡ്റൂം ഡൗൺ സ്റ്റേഴ്സും 2 ബെഡ്റൂം അപ്പ് സ്റ്റേഴ്സുമാണ്. ഇതൊരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ലൊരു കിഡ്സ് റൂം പോലെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഹൈ സീലിങ്സ് കൊടുത്തിട്ട് നല്ലൊരു മോഡേൺ ടൈപ്പ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷനൊക്കെ ഉള്ളൊരു ബാത്റൂം തന്നെയാണ്. സെയിം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലുള്ള ബാൽക്കണിയിലോട്ട് കിടക്കാം. ലിവിങ് റൂമിൽ തന്നെയാണ് അത് കിടക്കാം. നമുക്കതൊരു നല്ലൊരു റെക്രിയേഷണൽ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ ഒരു ഗ്ലാസ് വരും. ഇനി ഈ ഒരു ഏരിയ നമുക്ക് എന്ത് വേണമെങ്കിലും റെക്രിയേഷണൽ യൂസിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഈ ഓപ്പോസിറ്റ് വീട്ടിൽ കാണുന്ന പോലെ നല്ലൊരു ഹാങ്ങിങ് ചെയറൊക്കെ തൂക്കിയിട്ട് നമുക്ക് റെക്രിയേഷൻ യൂസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സ്. ഗോയിങ് ബാക്ക് ഡൗൺ നമുക്ക് കാണാം. എല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല ഫുൾ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ തരാൻ പറ്റുന്ന ഒരു വീടാണ്. വോൾഗാൻസ് ഒരു കെയർ എറ എപ്പോഴും വില്ല പ്രൊജക്റ്റാണ്. നമുക്ക് ഇവിടെ കാണാം ACC സിമെൻറ്റ്സ്, അൾട്രാടെക് സിമെൻറ്റ്സ്, എല്ലാ ഏഷ്യൻ പെയിൻറ്റ്സ് ആൻഡ് പുട്ടി എല്ലാം ഉപയോഗിച്ചാണ് നമ്മളിവിടെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ തന്നെ 6 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വീടുകൾ വരെ ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും യൂസർ എക്സ്പീരിയൻസും റിവ്യൂവും എല്ലാം നമുക്ക് കേട്ടറിഞ്ഞ് നമുക്ക് ഈ വീട് നല്ലൊരു ട്രസ്റ്റഡ് ബിൽഡേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് സ്വന്തമാക്കാവുന്നതാണ്. അടിയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 15 അടി ഇൻ്റർലോക്ക് ചെയ്ത റോഡ് നമ്മൾ ഫ്രണ്ടേജ് ആയിട്ട് കിട്ടും. നമുക്കിവിടെ ഒരു മതിൽ വേണ്ടെങ്കിൽ ഇത്രയും അധികം നമുക്ക് ഫ്രണ്ടേജ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. എല്ലാം നമ്മുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. നല്ലൊരു തണലുള്ളൊരു നല്ല വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. നല്ല പ്രൈവസിയോട് കൂടിയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ തന്നെയാണ്. ഈ ഒരു വീടിന് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന വില വെറും 69 ലക്ഷം രൂപ മാത്രമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇൻ്റർലോക്ക് ചെയ്ത ചുറ്റുമതിലും ഗേറ്റും സെമി ഫേർണിഷ്ഡ് ആയിട്ടുള്ള കട്ടിലും കോട്ടൺ ഡൈനിങ് ടേബിളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വെറും 69 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏപ്രിലിന് ശേഷം 200% ടാക്സ് കൂടാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം 75 ലക്ഷം രൂപ ആയിരിക്കും ഈ വീടിൻ്റെ വില. ഇനി ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ലൊക്കേഷനും ഫ്ലോർ പ്ലാനും സൈറ്റ് വിസിറ്റിനും എല്ലാം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഈ വീടിൻ്റെ വാട്ടർ അവൈലബിലിറ്റി നോക്കാം. നല്ല ക്ലാരിറ്റിയോട് കൂടി നല്ല മിറർ ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു നല്ലൊരു സ്വീറ്റ് ഡ്രിങ്കിങ് വാട്ടർ വെല്ലാണ് ഈ വീടിന് ലഭിച്ചിട്ടുള്ളത്. ദ ഹൗസ് ഇസ് ഫേസിങ് ടുവേർഡ്സ് ഈസ്റ്റ്, അതായത് കിഴക്ക് ഭാഗത്തോട്ടാണ് ഈ വീടിൻ്റെ ഫേസിങ് വരുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ഫ്ലോർ പ്ലാൻ. പോസ്റ്റ് ചെയ്ത് കാണാവുന്നതാണ്. ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഗൂഗിൾ മാപ്സിൽ കാണാവുന്നതാണ്. ഗൂഗിൾ മാപ്സിൽ കയറി ഗുരുവായൂർ ടു വാൾനട്ട് ഗാർഡൻ ഹോംസ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുരുവായൂർ ടെമ്പിളിൽ നിന്നും പേരകം എന്ന ഈ വില്ല പ്രൊജക്റ്റിലേക്ക് വെറും 3.6 കിലോമീറ്റേഴ്സ് മാത്രമാണ് എടുക്കുന്നത് നമുക്ക് കാണാം. ട്രാഫിക് ഇല്ലെങ്കിൽ വെറും 5 to 7 മിനിറ്റ്സ് കൊണ്ടും ട്രാഫിക് ഉണ്ടെങ്കിൽ വെറും 10 മിനിറ്റ്സ് കൊണ്ടും നമുക്ക് ഗുരുവായൂർ ടെമ്പിളിലോട്ട് എത്താവുന്നതാണ്. So I think that's all for this video. Thanks for watching. This is Walnut Garden signing off.